തിരക്കുപിടിച്ച നഗരജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തത ആഗ്രഹിക്കുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടേണ്ട ഇടമാണ് തമിഴ്നാട്ടിലെ പുതുച്ചേരിക്ക് സമീപമുള്ള ഓറോവിൽ. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഒരു ലോകം എന്ന മിറ അൽഫാസിയുടെ സ്വപ്നമാണ് ഈ നഗരം. ഓറോവില്ലിന്റെ കവാടം കടക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് ഇടതൂർന്ന മരങ്ങളും പക്ഷികളുടെ കളകൂജനങ്ങളുമാണ്. വർഷങ്ങൾക്ക് മുൻപ് വെറും തരിശുഭൂമിയായിരുന്ന ഈ പ്രദേശം ഇന്ന് വനമായി മാറിയത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ചുവന്ന മണ്ണിലൂടെയുള്ള വീതിയുള്ള പാതകളും അവിടെവിടെയായി കാണുന്ന ഇലക്ട്രിക് സൈക്കിളുകളും പച്ചപ്പ് നിറഞ്ഞ കഫേകളും ഒരു വിദേശ രാജ്യത്തെത്തിയ പ്രതീതിയാണ് നമുക്ക് നൽകുക. ഓറോവില്ലിന്റെ ഹൃദയഭാഗത്ത് സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന മാതൃമന്ദിർ ഒരു അത്ഭുതമാണ്. ഇതൊരു ആരാധനാലയമല്ല, മറിച്ച് ഒരാൾക്ക് സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്ന ഏകാഗ്രതയുടെ ഇടമാണ്, അഥവാ കോൺസെൻട്രേഷൻ സെന്റർ. മാതൃമന്ദിറിന് ചുറ്റുമുള്ള 12 പൂന്തോട്ടങ്ങളും വിശാലമായ ആൽമരവും അവിടെ പുലർത്തുന്ന നിശബ്ദതയും മനസ്സിനെ അഗാധമായ സമാധാനത്തിലേക്ക് നയിക്കും. മാതൃമന്ദിറിന്റെ ഉള്ളിലെ ധ്യാനമുറിയിൽ പ്രവേശിക്കുക എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്. വെളുത്ത മാർബിൾ പാകിയ ആ മുറിയിലെ സ്ഫടിക ഗോളത്തിൽ സൂര്യപ്രകാശം പതിക്കുന്നത് കാണുന്നത് അവിസ്മരണീയമായ അനുഭവമാണ്. സുസ്ഥിരമായ ജീവിത രീതിയാണ് ഓറോവില്ലിന്റെ മുഖമുദ്ര. സോളാർ പാനലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അടുക്കളകൾ, മഴവെള്ള സംഭരണികൾ, പ്ലാസ്റ്റിക് രഹിത പരിസരം എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഭക്ഷണപ്രിയർക്ക് ഒട്ടേറെ വൈവിധ്യങ്ങൾ ഇവിടെ ആസ്വദിക്കാം. മാംസാഹാരത്തിന് പകരം പ്രകൃതിദത്തമായ പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള സോളാർ കിച്ചൺ ഭക്ഷണവും തനത് ഫ്രഞ്ച് ശൈലിയിലുള്ള ബേക്കറി വിഭവങ്ങളും ഇറ്റാലിയൻ പിസ്സകളും ഓറോവില്ലിലെ കഫേകളിൽ ലഭ്യമാണ്. ഓരോ കഫേക്കും അതിൻ്റേതായ തനിമയും സൗന്ദര്യവുമുണ്ട്. കരകൗശല വസ്തുക്കളുടെയും നിർമ്മാണശാലകളുടെയും കേന്ദ്രം കൂടിയാണ് ഇവിടം. പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സെറാമിക് പാത്രങ്ങൾ എന്നിവ വിൽക്കുന്ന ഷോപ്പുകൾ സന്ദർശിക്കുന്നത് വലിയൊരു അനുഭവമായിരിക്കും. കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആർക്കിടെക്റ്റുകൾ നിർമ്മിച്ച വ്യത്യസ്തമായ കെട്ടിടങ്ങളും വീടുകളും ആധുനിക നിർമ്മാണ കലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഓറോവിൽ കണ്ടുതീർക്കാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ആവശ്യമാണ്. സൈക്കിളിലോ സ്കൂട്ടറിലോ ഈ നഗരത്തിലൂടെ പതുക്കെ യാത്ര ചെയ്യുന്നത് ഓരോ കാഴ്ചയെയും കൂടുതൽ അടുത്തറിയാൻ സഹായിക്കും. ഫോട്ടോഗ്രഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ ഫ്രെയിമുകൾ ഇവിടെയുണ്ടെങ്കിലും ചില ഇടങ്ങളിൽ ക്യാമറയ്ക്ക് നിയന്ത്രണമുണ്ടെന്ന കാര്യം മറക്കരുത്. നമ്മുടെ ഉള്ളിലെ തിരക്കുകളെല്ലാം അടക്കി പ്രകൃതിയോടും മനുഷ്യത്വത്തോടും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓറോവിൽ എന്നും ഹൃദ്യമായൊരു ഓർമ്മയായിരിക്കും. മറ്റൊരു അദ്ഭുത നഗരവുമായി അടുത്ത വീഡിയോയിൽ വരാം.